ഓം ശ്രീ നാരായണീ നമഃ. മാതൃദിന സന്ദേശം. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന നമ്മുടെ ആർഷമായ ഭാരതീയമായ ആത്മീയ ദർശനം മർത്യജീവിതത്തിൻ്റെ അതിധന്യമായ അടിത്തറയാണ്. നിരുപാധികമായ സ്നേഹത്തിൻ്റെ ആദ്യ പാഠം നൽകുന്നത് മാതാവാണ്. ജപത്തിൻ്റെ ആദ്യനാദം ഹൃദയത്തിൽ ഉണർത്തുന്നത് മാതാവാണ്. ആദരവോടുകൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രതീകമായ പൂജയുടെ ആദ്യ പാഠം പഠിപ്പിക്കുന്നതും മാതാവ് തന്നെയാണ്. ത്യാഗത്തിൻ്റെയും യാഗബോധത്തിൻ്റെയും ആദ്യ ദീപം പ്രകാശിപ്പിക്കുന്നതും തെളിയിപ്പിക്കുന്നതും മാതൃത്വം തന്നെയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥിദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് ശ്രുതി മാതാവ് ഉപദേശിക്കുന്നു. മാതാപിതാക്കന്മാർ, ഗുരുഭൂതർ മുതലായവരുടെ അനുഗ്രഹം ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും നൽകുന്നു. അവരെ ഈശ്വരബുദ്ധിയ സേവിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഏവരുടെയും നിത്യധർമ്മമാണ്. അത്തരമൊരു സേവനം യഥാർത്ഥ കർമ്മയോഗമായി പരിവർത്തനം ചെയ്യുന്നു. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്ന് ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം 80-ാം അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ മാതൃദിനം ഒരു ദിവസത്തെ മാത്രം ആചരണമോ ആഘോഷമോ അല്ല. അത് നിത്യജീവിതത്തിൽ സ്മരിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യേണ്ട ധാർമ്മിക സംസ്കാരമാണ്. അതുകൊണ്ടാണല്ലോ ആദികവി കാവ്യത്തിലൂടെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദഭികരീയസി എന്ന് ഉദ്ഘോഷിച്ചത്. അതുകൊണ്ട് നമുക്കേവർക്കും ഈ മാതൃദിനം എന്നും എന്നും നമ്മുടെ നിത്യജീവിതത്തിൽ ആചരിക്കാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണീ നമഃ.